3 വർഷം മുമ്പ് സീസലിൽ നടന്ന സ്ഫോടനത്തിന് ശേഷം കബീർ ദാദിവാലിയുടെ പേരും മുഖവും ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി. ലോകത്തിനാകെ അവൻ മരിച്ചവനാണ്. പക്ഷേ ഇന്റലിജൻസ് ഏജൻസിയുടെ ഫയലുകളിൽ അവൻ ഇപ്പോഴും ഒരു ഗോസ്റ്റ് ഓപ്പറേറ്റീവാണ്. ജീവിച്ചിരിക്കുന്നുവെങ്കിലും പിടികൂടാനാകാത്ത അപകടകാരിയായ മനുഷ്യനായി ഇപ്പോഴും അവൻ തുടരുന്നു. കബീറിനെ പിടികൂടാനായി ഇന്ത്യയിലെ ടോപ്പ് ഏജൻറ്റ്സ് പലതവണ ശ്രമിച്ചിരുന്നുവെങ്കിലും അവർക്കൊന്നും പിടികൊടുക്കാത്ത അവൻ ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു. അവസാനം ആ അവസരം നമ്മുടെ കഥനായികയായ കാവ്യ ലുത്രയ്ക്ക് വന്നു ചേരുന്നു. കാവ്യ ലുത്ര 28 വയസ്സ്, ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗത്തിലെ ഏറ്റവും കഴിവുള്ള വനിതാ ഓപ്പറേറ്റീവ്. തണുത്ത മനസ്സും തീർച്ചയായ ലക്ഷ്യവും ആരെയും വശീകരിക്കാൻ കഴിയുന്ന ചിരിയുമുള്ള ഒരു മനോഹരി. കാവ്യയുടെ ആയുധങ്ങൾ തോക്കുകളോ ബോംബുകളോ മാത്രമല്ല, അവരുടെ ബുദ്ധിയും ആരെയും കൊതിപ്പിക്കുന്ന അവരുടെ ശരീരം കൂടിയാണ്. കാവ്യ ഇപ്പോൾ മറ്റൊരു ഓപ്പറേഷനിലാണ്. ജസീം, ഹീസ് അവർ ടാർഗറ്റ്. നീ അവനെ കാര്യം നോക്കിയാൽ മതി. മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന അവനാണ്. കിളവൻ ഏതായാലും നിന്നെ സൗന്ദര്യത്തെ മതി മറന്നു നിൽക്കുകയാണ്. ഭാര്യ മരിച്ചിട്ടിപ്പോൾ കൊല്ലം 4 കഴിഞ്ഞു. കിളവനിപ്പോൾ നല്ല കളിമൂത്ത് നിൽക്കുകയാണ്. അത് നീ മുതലെടുക്കണം. ഓക്കെ സാർ പറയും പോലെ. നമ്മുടെ ഡീൽ ഓർമ്മയുണ്ടല്ലോ? അതൊക്കെ ഓർമ്മയുണ്ട്. പദ്ധതി നടന്നാൽ നമ്മൾ ഒരുമിച്ച് ഒരു പുതിയ ലോകം പടുത്തുയർത്തും. ശരി സാർ, അപ്പം ഞാൻ വിളിക്കാം. ഗുഡ് നൈറ്റ്. കാവ്യ തൻ്റെ ഫോൺ കട്ട് ചെയ്യുന്നു. ഡ്രസ്സിംഗ് ടേബിളിൽ ഫോൺ വെച്ചുകൊണ്ട് അവൾ കണ്ണാടിയിൽ നോക്കി അവളുടെ ചുണ്ടിൽ റെഡ് ലിപ്സ്റ്റിക് തേച്ച് പിടിപ്പിക്കുന്നു. അവളുടെ വെണ്ണക്കൽ പോലുള്ള നഗ്ന മേനി മുറിയിൽ വോം ലൈറ്റിൽ തിളങ്ങി. അവൾ ലിപ്സ്റ്റിക് ഇട്ട് ചുണ്ട് നന്നായി ചുവപ്പിച്ചു. കവിളിലും അല്പം മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് അവളുടെ വെളുത്തുടുത്ത ശരീരത്തിൽ നല്ല വില കൂടിയ ബോഡി ലോഷൻ എടുത്ത് അവളുടെ കൊഴുത്ത വൃത്താകൃതിയിലുള്ള വക്ഷസ്ഥലത്തിലും മനോഹരമായ ഇടുപ്പിലും തുടകലിലും അവൾ തേച്ചു പിടിപ്പിക്കുന്നു. കാൽച്ചേറിൽ കയറ്റിവെച്ച് വെളുത്ത നീളമുള്ള കാലുകളിൽ അവൾ ലോഷൻ തേച്ചുകൊണ്ടിരുന്നു. അവൾ ഹൈലൈറ്റായ ആരെയും കൊതിപ്പിക്കുന്ന ഇടുപ്പിന് താഴെയുള്ള ഭാഗത്തും അവൾ ലോഷൻ തേച്ചു കഴിഞ്ഞു. അലമാരയിൽ നിന്ന് വില കൂടിയ റെഡ് കളർ ബ്രായും പാൻറ്റിയും എടുത്ത് അണിഞ്ഞു. ഒപ്പം കാലിൽ നിന്ന് തുടയിലേക്ക് റെഡ് സ്റ്റോക്കിങ്സും വലിച്ചിട്ടുണ്ട്. അവൾ ബ്ലോണ്ട് ചെയ്ത മുടിയൊക്കെ അഴിച്ചിട്ട് ബെഡിൽ പോയി കിടന്നു. മാക്സിമം ഹൈ ക്ലാസ് വേർ ആവുക എന്ന് തന്നെയായിരുന്നു ബോസിൽ നിന്നും അവൾക്ക് കിട്ടിയ ഓർഡർ. അതുപോലെ തന്നെ അവൾ അണിഞ്ഞൊരുങ്ങി കിടക്കയിൽ ആനന്ദ് ശർമ്മയെ വെയിറ്റ് ചെയ്ത് കിടന്നു. മുംബൈയിലെ ടോപ്പ് സ്പൈ നെറ്റ്വർക്ക് ടീമിലെ ടോപ്പ് സ്പൈ ഗേൾ ആയിരുന്നു കാവ്യ. പുതിയ അസൈൻമെന്റിന്റെ ഭാഗമായി അവൾ ലൈല എന്ന പേരിൽ മുംബൈയിലെ ടോപ്പ് ബിസിനസ് മാഗ്നറ്റ് ജാസിം ഖാലിദിനെ വലയിലാക്കാൻ വേണ്ടി ദൗത്യം ഏറ്റെടുത്തത്. കോർപ്പറേറ്റ് വൈര്യം തീർക്കാനും ജാസിമിന്റെ ബിസിനസ് വളർച്ചയിൽ കടപ്പുഴകി വീണ ഒരു കൂട്ടം കോർപ്പറേറ്റ് വമ്പന്മാർ ഏൽപ്പിച്ച ദൗത്യം സ്പൈ ഏജൻസി കാവ്യയെ ഏൽപ്പിക്കുകയായിരുന്നു. അതിനും ഒരു കാരണമുണ്ടായിരുന്നു. ജാസിമിന് ഒരേ ഒരു വീക്ക്നെസ് മാത്രമേ ഉള്ളൂ, പെണ്ണ്. പക്ഷേ ജാസിമിനെ പോലെ ഒരു ബ്രില്യൻറ്റ് ബിസിനസ് മാനെ അത്ര പെട്ടെന്ന് വലയിൽ അകപ്പെടുത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ കാവ്യ സമയമെടുത്ത് പിഴവുകളൊന്നും വരാതെ തന്നെ ഓപ്പറേഷൻ കാമരൂട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതിനുള്ള വഴി തിരിഞ്ഞു നടക്കുമ്പോഴായിരുന്നു കാവ്യ ജാസിമിന്റെ ഗോഡ്ഫാദറും അവന്റെ വളർത്തച്ഛനുമായ ആനന്ദ് ശർമ്മയെ മീറ്റ് ചെയ്തത്. ഭാര്യ മരിച്ച ഷോക്കിൽ കഴിയുന്ന അയാളെ കാവ്യ തന്ത്രപരമായി മഴക്കിയെടുത്തു. ലൈല എന്ന അപരനാമത്തിൽ കാവ്യ ആനന്ദ് ശർമ്മയുമായിട്ടെടുത്തു. ലൈലയെ കളിക്കാൻ പലതവണ ശർമ്മ ശ്രമിച്ചപ്പോഴും അവൾ വിസമ്മതിച്ചു. ഒപ്പം അയാളെ കൂടുതൽ അവളുടെ ശരീരം കാണിച്ചു കൊതിപ്പിച്ചുകൊണ്ടിരുന്നു. സൈക്കിട്ട ശർമ്മയ്ക്ക് മുൻപിൽ അവളൊരു കണ്ടീഷൻ വെച്ചു. തന്നെ കല്യാണം കഴിക്കുക എന്നത് തന്നെ. അവളോടുള്ള അടങ്ങാത്ത മോഹം കാരണം ശർമ്മ അതിന് റെഡിയായിരുന്നു. അലമേൽ കൂടുതൽ തന്റെ വളർത്തുമകൻ ജാസിനെ സ്നേഹിച്ചിരുന്ന ശർമ്മ അവനോട് ചോദിക്കാതെ ഒരു തീരുമാനം എടുക്കാറില്ല. 60 വയസ്സുള്ള താൻ 32 വയസ്സുള്ള ലൈലയെ കല്യാണം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ജാസിം എന്ത് പ്രതികരിക്കുമെന്നായിരുന്നു ശർമ്മയുടെ പേടി. ശർമ്മ ആ ദൗത്യം തന്റെ വിശ്വസ്തനും അഡ്വക്കേറ്റുമായ ടോമിനെ ഏൽപ്പിച്ചു. ടോം ശർമ്മയുടെ നിർദ്ദേശമനുസരിച്ചു ജാസിമുമായി കാര്യങ്ങൾ സംസാരിച്ചു. ജാസിം പറഞ്ഞു, ഡാഡിക്ക് അങ്ങനെ ഒരു മോഹമുണ്ടെങ്കിൽ എനിക്ക് എന്ത് എതിർപ്പ്, അത് നടക്കട്ടെ. ബട്ട് ഒരു ഭാര്യയിൽ കവിഞ്ഞു വേറെ ഒരു അധികാരവും അവൾക്കുണ്ടാവാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമുണ്ട്. ടോം ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ജാസിം, ഇത് സത്യത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആ പെണ്ണിനോട് നിന്റെ ഡാഡിക്കുള്ള കഴപ്പ് മാറ്റാൻ വേണ്ടി മാത്രം. അവളാണെങ്കിൽ കല്യാണം കഴിക്കാതെ കാര്യം നടപ്പില്ല എന്നും പറഞ്ഞു. ജാസിം ചിരിച്ചോണ്ട്, ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞേക്ക് ഡാഡിയോട്.
ടോം ജാസിമിനോട് അടുത്തു നിന്ന് ഒരു ചെറു ചിരിയോടെ പതുക്കെ പറഞ്ഞു. പിന്നെ ഡാഡിയെ കുറ്റം പറയാൻ പറ്റില്ല. നല്ല ഒന്നാന്തരം ഐറ്റമാണവൾ. ഡാഡി കെട്ടിയാലും കൊണ്ടുവരുന്നത് നീ കൂടെയുള്ള വീട്ടിലേക്ക് അല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? ജാസിം ഒരു കഴപ്പൻ ചിരിയോടെ പറഞ്ഞു. അവൾ ആളെങ്ങനെയാണ്? ടോം കണ്ടോ? ടോം പറഞ്ഞു. കണ്ടു, അതല്ലേ പറഞ്ഞത്. ഒരിക്കലും നഷ്ടമാവില്ല, ഉറപ്പ്, ജാസിം ആവേശത്തോടെ പറഞ്ഞു. എങ്കിൽ അധിക താമസിപ്പിക്കേണ്ട എന്ന് പറഞ്ഞേക്ക് ഡാഡിയോട്. ജാസിം ചിരിച്ച് അവിടെ നിന്നും പോയി. അവന്റെ ഉദ്ദേശം മനസ്സിലായ ടോം നടക്കാൻ പോകുന്ന കളിയെക്കുറിച്ച് ഓർത്തോരെന്ന് സങ്കല്പിച്ച് കുമ്പിച്ചു അവിടെ നിന്നും പോയി. ജാസിം സമ്മതം പറഞ്ഞ കാര്യം ടോം ആനന്ദ് ശർമ്മയെ അറിയിച്ചു. ശർമ്മ ആനന്ദ് നൃത്തമാടി. അങ്ങനെ ശർമ്മയും ലെയ്ലിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. ലെയ്ലിയെ ശർമ്മ ജാസിം കൂടെയുള്ള വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. ലെയ്ലിയെ കണ്ടതും ജാസിം നല്ല മൂഡായിരുന്നു. അവന്റെ വീക്ക് പോയിന്റ്സുകളെല്ലാം കൃത്യമായിട്ടുള്ള പെണ്ണ്, ഒപ്പം ബ്ലോണ്ടിയും. ജാസിമിനെ കണ്ട് ലെയ്ല തന്റെ ടാർജറ്റിനെ ആദ്യമായി അടുത്തു കിട്ടിയ സന്തോഷത്തോടെ ജാസിമിനെ നോക്കിയൊരു വശ്യമായ ചിരി നൽകി. അവളുടെ കണ്ണിലും ചുണ്ടിലും എല്ലാം കാമം തുളുമ്പി നിൽക്കുന്നവളെയാണ് ഫീൽ ചെയ്തു. റിസപ്ഷൻ ടൈം മുഴുവൻ ലെയ്ല കണ്ണുകൾ കൊണ്ട് ജാസിമിനെ സെഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. റിസപ്ഷൻ കഴിഞ്ഞ് ലെയ്ല ബെഡ്റൂമിൽ പോയി അണിഞ്ഞൊരുങ്ങി. ബെഡിൽ ശർമ്മയും വെയിറ്റ് ചെയ്ത് കിടക്കുന്നു. ജാസിമുമായി എടുത്ത സെൽഫിയെല്ലാം അവൾ ബോസിന് വാട്സാപ്പ് ചെയ്തു. ജാസിം അവളുമായി നന്നായി അടുക്കുന്നെന്ന് മനസ്സിലാക്കിയ ബോസ് ആൾക്ക് തംസപ്പ് പറഞ്ഞു. ബോസുമായി ചാറ്റ് ചെയ്ത് ബെഡിൽ കിടക്കവേ പെട്ടെന്ന് ബെഡ്റൂം ഡോർ ആരോ തുറക്കുന്ന ശബ്ദം ലൈല കേട്ടു. ശർമ്മയായിരിക്കും നമുക്ക് തോന്നി. ശർമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ലൈല ഡോർ ലോക്ക് ചെയ്യാതെ ഇട്ടു ബെഡിൽ അണിഞ്ഞൊരുങ്ങി കിടന്നത്. പക്ഷേ ഡോർ തുറന്നു അകത്തേക്ക് വന്നത് ജാസിമായിരുന്നു. ബെഡിൽ മൂട് പിടിപ്പിക്കുന്ന പൊസിഷനിൽ ഒരു റെഡ് ബ്രയും പാൻറ്റിയും സ്റ്റോക്കിങ്സും ഇട്ട് കിടക്കുന്ന ലൈലയെ കണ്ട് ജാസിം ഒന്ന് ഞെട്ടി നിന്നു. ജാസിമിനെ കണ്ടതും ലൈലെ അല്പം ഒരു ചമ്മൽ അഭിനയിച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. ബട്ട് അവളുടെ ശരീരം മറക്കാതെ അത് നിൽപ്പ് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി ഇവൾ പഠിച്ച കള്ളിയാണെന്ന്. ജാസിം ചെറു ചിരിയോടെ ലൈലയുടെ അടുത്ത് വന്നിരുന്നു. അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു, വാവ്, കോള, സൂപ്പറായിട്ടുണ്ട്. മേയൊരു കാമരൂപിണി തന്നെ. ഇങ്ങനെ ഉഗ്രരൂപിണിയായി നിൽക്കുന്ന നിന്നെ ദർശിക്കാനുള്ള കരുത്ത് എന്റെ ഡാഡിക്ക് ഉണ്ടോ? ആവോ. ലൈല നല്ലൊരു കമ്പി നോട്ടത്തോടെ അവനെ നോക്കി പറഞ്ഞു. അതിന് ഡാഡി മാത്രമല്ലല്ലോ ഈ വീട്ടിലുള്ളത്. ജാസിം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, അങ്ങനെയാണോ? ലൈല പറഞ്ഞു. അങ്ങനെയുമാണ്. ടോം എല്ലാം പറഞ്ഞിട്ടുണ്ട്, ജാസിമിന്റെ മോഹം ഉൾപ്പെടെ. ജാസിം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഈ ടോംലിനും കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മിടുക്കനാ. ലൈല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജാസിം, സത്യത്തിൽ എനിക്ക് ആ കിളവനെ കല്യാണിക്കാൻ ഒരു താല്പര്യവുമില്ലായിരുന്നു. പിന്നെ ജാസിമിന് എന്നോട് താല്പര്യമുണ്ടെന്ന് ടോം പറഞ്ഞപ്പോ ഞാനൊക്കെ പറഞ്ഞു, അത്രയുള്ളൂ. ജാസിം ലോട്ടറി അടിച്ചത് ഉള്ളിൽ അമ്മയ്ക്ക് പറഞ്ഞു. അത് നന്നായി, പിന്നെ പേടിക്കേണ്ട ഡാഡി, അത്ര മോശമൊന്നും അല്ല കേട്ടോ. ലൈല ചുണ്ടുകൾ കൊണ്ട് കൊതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി മോശമായാലും കുഴപ്പമില്ല, ജാസിം ഉണ്ടല്ലോ ഇവിടെ. ലൈലയുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവളുടെ ബ്ലോണ്ട് ഹെയറിന് ഉള്ളിലൂടെ അവളുടെ മുഖത്തും ചുണ്ടിലും ഒക്കെ പതിയെ വിരലോടിച്ചു. ജാസിം പറഞ്ഞു, തൽക്കാലം ഡാഡി ഒന്നും അറിയണ്ട. സമയമാവുമ്പോ ഞാൻ നിന്നെ എന്റെ കിടപ്പറയിൽ എത്തിച്ചോളാം. അതുവരെ നീ ഡാഡിയോട് ഇഷ്ടക്കേട് ഒന്നും കാണിക്കണ്ട. ലൈല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ഡാഡിയുടെയും മോന്റെയും വെപ്പാട്ടിയായി കഴിയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ജാസിം പറഞ്ഞു. നീയൊരു സൂപ്പർ വെടി തന്നെ. ഗുഡ്. ജാസിം അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് എടുത്തു അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, എന്റെ വെഡിങ് ഗിഫ്റ്റ്, ഓപ്പൺ ചെയ്തു നോക്ക്, ഇഷ്ടായോന്ന്. ലൈല ആ ബോക്സ് ഓപ്പൺ ചെയ്തു നോക്കി. ഒരു വജ്രമോതിരം. കാവ്യയ്ക്ക് അത് വല്ലാത്ത ഇഷ്ടമായി. അവളവനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ആ മോതിരം കയ്യിൽ അണിഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ജാസിം അവളുടെ ലേസി പാൻറ്റിയിൽ എടുത്തു പിടിച്ച കുണ്ടികളിൽ പതിയെ തടവികൊണ്ട് അവളെ ചേർത്ത് നിർത്തി. ലൈല അവന്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവളുടെ ചുണ്ട് അവന്റെ ചുണ്ടിൽ വെച്ചു അമർത്തി ഉമ്മ വെച്ചു. ജാസിമും ലൈലയും ഒരു 10 മിനിറ്റ് നേരം നീണ്ട ലിപ് ലോക്ക് ചെയ്തുകൊണ്ട് വേർപിരിഞ്ഞു. ജാസിം ലൈലയോട് ഗുഡ് നൈറ്റ് പറഞ്ഞു പുറത്തേക്ക് പോയി. കാവ്യ ഹാപ്പിയായിരുന്നു. അവളുടെ
ടാർജറ്റ് അവളുടെ വലയിലേക്ക് വന്ന് കുരുങ്ങുന്നത് കണ്ടവൾ ആസ്വദിച്ചു. അവളുടെ ഫോൺ എടുത്തു, ബോസിന് ജാസൻ കൊടുത്ത മോതിരന്റെ ഫോട്ടോ എടുത്ത് അയച്ചു. അവളുടെ വർക്ക് പ്രോഗ്രസ് ആണെന്നത് കണ്ട് ബോസ് അവളെ അഭിനന്ദിച്ചു. അല്പനേരം കഴിഞ്ഞു ശർമ്മ മുറിയിലേക്ക് വന്നു. ലൈലയെ അങ്ങനെ ഒരു ലുക്കിൽ കണ്ട് ശർമ്മ അന്തം വിട്ട് വാ പൊടിച്ചു നിന്നു. ലൈല പതിയെ ശർമ്മയുടെ അടുത്തേക്ക് വന്നു. അയാളെ സോഫയിലിരുത്തി ലൈല അയാളുടെ മടിയിൽ കയറിയിരുന്നു. ഈ കഥയുടെ 2ാം ഭാഗം വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യൂ. ഞാൻ തീർച്ചയായും അപ്ലോഡ് ചെയ്യുന്നത് ആയിരിക്കും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതൂ. ഒപ്പം അടുത്ത കഥയിൽ എന്തൊക്കെ വേണം എന്നുകൂടി പറയൂ. അപ്പോൾ എൻ്റെത്തേക്ക് ബൈ ബൈ.